നമുക്കിന്ന് രാത്രിക്കലത്തെ ഫുഡ് കപ്പയും ചാളക്കറിയും ചാള വറുത്തതുമാണേ. അപ്പോൾ നമുക്ക് ചാളക്കറി ഒന്ന് തയ്യാറാക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് സവാളയുടെ ഒരു പകുതി കഷ്ണം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം അധികം ചെറുതാക്കൊന്നും വേണ്ട, ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാതെ മൂപ്പിക്കണേ. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് തന്നെ ഈ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കാം. പുളിയൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചാള ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ശരിക്കും ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതി, ചാളയൊക്കെ വേവാനായിട്ട് 10 മിനിറ്റ് മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ നല്ല കുറുകിയ ഗ്രേവിയായിട്ട് തന്നെ ഈ ചാള റെഡി ആയിട്ടുണ്ട്. കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഒന്ന് തിരുമ്മി ഇടുക. അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ്. കപ്പയും ചാള വറുത്തതും ചാളക്കറിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുമല്ല ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം ഇതിൽ അരച്ച് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്രേവി നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പകുതി സവാള കൂടി ഇതിൽ ചേർത്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.